നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഇടവരും. സ്വന്തം കാരണത്താൽ തന്നെ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അതായത് സുഹൃത്തുക്കൾ തുടങ്ങുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗഭാക്കാകുവാനായിട്ട് മനസ്സിലുദ്ദേശിക്കുന്ന പണം ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ പിന്മാറുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും സാധ്യതയുണ്ട്. അർത്ഥശൂന്യമായിട്ടുള്ള പല ചിന്തകളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിന് ചില ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാകുലത ഉണ്ടാകുവാനും ദുസ്വപ്ന ദർശനത്തിനും യോഗമുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ആധി വർദ്ധിക്കുവാനും എന്നാൽ യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നത് ഗുണകരമായി തീരാനും ഈ ആധിയെ അതിജീവിക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളുടെ ക്ഷണം സ്വീകരിച്ച് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാനിട വരും. ഒരുപക്ഷെ അടുത്ത മാസത്തിലായിരിക്കും യാത്രയ്ക്ക് സാധ്യതയുള്ളത്. ആധുനിക സംവിധാനം നടത്തിവരുന്ന പ്രസ്ഥാനത്തിന് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വ്യവസായത്തിനാണെങ്കിൽ പുതിയ നവീകരണം, വ്യാപാര മേഖലകളിലാണെങ്കിൽ ആധുനിക പ്രചരണ രീതികൾ, ഇതെല്ലാം തന്നെ പ്രത്യേകിച്ച് സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും അതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ളൊരു നേട്ടം വന്നു ചേരുക 2027 ജനുവരി മുതലായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികമായുള്ള മേഖലകളിൽ നിയന്ത്രണം വേണം എന്ന നിബന്ധനകളും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ക്രമീകരിക്കുക എന്നത് വളരെ പ്രധാനം തന്നെയാണ്. ഉദ്യോഗസ്ഥർക്ക് വിശേഷപ്പെട്ട പരിശീലനം നൽകുന്നത് വഴി അവരിൽ നിന്നുള്ള അനിഷ്ടങ്ങളെല്ലാം തന്നെ ഒഴിവായി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വിദേശത്തെ സ്ഥിരതാമസത്തിനുള്ള അനുമതി അന്തിമ നിമിഷത്തിൽ ലഭിക്കും. ഒരുപക്ഷെ ജൂണിന് മുമ്പ് ലഭിച്ചില്ല എങ്കിൽ ജന്മനാട്ടിലേക്കോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിലേക്കോ പോകേണ്ടി വരും എന്ന ധാരണയോടുകൂടി ഇരിക്കുന്ന ഈ സമയത്ത് ഈ മാസത്തിൽ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് ജൂൺ മാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കും. കുടുംബത്തിലെ ചില സാഹചര്യങ്ങളെ കൊണ്ട് ഓണാഘോഷത്തിന് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് തയ്യാറാകുവാനും ഒരു ബന്ധുജനങ്ങളും വേണ്ടപ്പെട്ടവരും നടത്തി വരുന്ന യാത്രയുടെ സംഘങ്ങളിൽ പങ്കുചേരുവാൻ തീരുമാനിക്കുവാനും പ്രാഥമിക സംഖ്യ കൊടുക്കാനും സാധ്യതയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകൾ വേണ്ടിവരും. നിശ്ചയിച്ചുറപ്പിച്ച പല സന്ധി സംഭാഷണങ്ങൾക്കും മീറ്റിങ്ങുകൾക്കൊക്കെ തന്നെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ജോലിക്കാർക്ക് പരിശീലനം നൽകുവാൻ ഇടവരും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനും പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുവാനും അതിനെല്ലാം ഉപരിയായിട്ട് യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും തീരുമാനിക്കും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം ദീർഘകാല പദ്ധതികൾ സ്വീകരിക്കാം. അതിലുപരി ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന, അതായത് ലാഭശതമാനം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന പദ്ധതികളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക.
പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. വ്യവസ്ഥകളൊക്കെ അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിലും സാമ്പത്തികമായുള്ള നേട്ടം കുറയും. സുഹൃത്തുക്കൾ മുഖാന്തരം മനസ്സിലുദ്ദേശിക്കുന്ന വിധത്തിൽ കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ ആശയങ്ങൾ വന്നു ചേരുവാനിടവരും. അഴിമതി ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകുവാനായിട്ട് സുതാര്യതയുള്ള സമീപനവും ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങളും അതിലുപരി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തോടു കൂടിയതായിട്ടുള്ള ജോലിയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും വന്നു ചേരും. മേലധികാരികളുടെ പ്രത്യേക പരിഗണനയിൽ ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ, ഉഷ്ണരോഗപീഠകൾ, മൂത്രാശയ രോഗപീഠകളെ കൊണ്ട് ത്വഗ് രോഗങ്ങളൊക്കെ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശപ്രകാരം വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുമെങ്കിൽ പോലും പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വർഷങ്ങളായിട്ട് അധപ്പതിച്ചു കിടന്ന പ്രസ്ഥാനത്തിന് പുനരുദ്ധരിക്കാനായിട്ട് പല ആശയങ്ങളും കഴിഞ്ഞ 6-7 മാസമായിട്ട് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടായിരുന്നു. ഇനി അത് കൂടുതൽ വിപുലീകരിക്കുവാനായിട്ട് തീരുമാനിക്കുവാനും അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കുവാനും ഇടയുണ്ട്. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കാനിടവരും. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുമെങ്കിലും മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. കാർഷികമായുള്ള മേഖലകളിൽ പുതിയ കൃഷി രീതികൾ അവലംബിക്കാൻ ഇടവരും. ആത്മാർത്ഥൻ സുഹൃത്തിൻ്റെ സാമ്പത്തികമായുള്ള സഹായവും കർഷകൻ്റെ പരിഗണനയും അല്ലെങ്കിൽ പരിരക്ഷയും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ദാമ്പത്യ ബന്ധത്തിന് അസ്വാരസ്യങ്ങളുണ്ടാവാതെ എല്ലാം പരിഗണിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം കുടുംബത്തിലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യുക്തിപൂർവം ചിന്തിച്ച് ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളിലും ഒരുപക്ഷെ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം, ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ, ജോലിയോടൊപ്പം പഠിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതിൻ്റെ നേട്ടം, ഇവയൊക്കെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇതിന് ഗുണകരമായി തീരും. തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുകൂലമാകും വിധത്തിൽ പദ്ധതികൾ സമർപ്പിക്കാനും തുടക്കം കുറിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സകുടുംബം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരം വന്നു ചേരുന്നത് വഴി വളരെ മംഗളകരമാക്കി തീർക്കാൻ സാധ്യതയുണ്ട്. വിൽപ്പനോദ്ദേശത്തോടു കൂടിയും ഒരുപക്ഷെ ബന്ധുജനങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുക എന്ന സങ്കല്പത്തോടു കൂടിയും സമീപത്തുള്ള ഭൂമി ഏറെക്കുറെ ഭേദപ്പെട്ട വിലയ്ക്ക് വാങ്ങിക്കുവാൻ ഇടവരും. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് കൂടുതൽ സമയം പ്രയത്നിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശയാത്രയ്ക്ക് പ്രാഥമികമായിട്ട് സ്വല്പം തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിൽ പോലും പിന്നീട് അത് അനുകൂലമായി തീരുവാനും ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുന്നതുമാണ്. ബന്ധുവിൻ്റെ ഉപദേശപ്രകാരം ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചേർത്ത് തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ
ഒരു പക്ഷേ ഈ ഒരു മാസം മാത്രമല്ല, 2025 ജൂൺ മാസം മുതൽ തന്നെ ക്രമാനുഗതമായുള്ള പുരോഗതി, സാമ്പത്തികമായുള്ള നേട്ടമൊക്കെ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ തുടങ്ങി വെച്ചതായിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുക എന്നതും ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. എന്നാൽ സ്ഥിരം താമസമാക്കുക എന്നത് പിന്നെയും കാലതാമസം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ചിങ്ങമാസത്തിൽ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസകാലങ്ങളിൽ അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ അവധിയെടുത്ത് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സ്വഭാവവിശേഷത്താൽ പല വിധത്തിലുള്ള അപകീർത്തികളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരീക്ഷകളിലെല്ലാം തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി എഴുതുവാൻ സാധിക്കുമെന്ന ആശ്വാസത്തോടുകൂടി വളരെ ഭംഗിയായിട്ടെല്ലാം ചെയ്തു തീർക്കുവാൻ, എല്ലാം പഠിച്ചു എന്നുള്ള തോന്നലുകളും അതെല്ലാം ഹൃദയസ്ഥമാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും അവധി കൂടുതൽ വേണ്ടി വരുമോ എന്ന തോന്നലുകളെല്ലാം തന്നെ ഒഴിവാക്കി നിശ്ചിത സമയത്തിന് മുൻപ് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. പ്രകൃതി ഭക്ഷണ രീതികളും വ്യായാമവും അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങളെയും മറ്റു ചിലർക്ക് പകർച്ചവ്യാധിയെയും അതിജീവിക്കുന്നതിന് പോലും യോഗം കാണുന്നതുമുണ്ട്. ആധ്യാത്മിക ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കലാകായിക മത്സരങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് ജോലിപരമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗത്തിലേക്ക് മാറ്റമുണ്ടാകും എന്ന ധാരണയും സൂചനയും മേലധികാരിയിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ദുരിതാശ്വാസം വേണ്ടിവരും. ഒരു വർഷത്തേക്ക് കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒപ്പം കുടുംബങ്ങളെ താമസിപ്പിച്ചും കൊണ്ട് ദൂരയാത്രയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. 2027 ഒടുവിലോ 2028 പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികളെ ഏറ്റെടുക്കുവാനും മറ്റു ചിലർക്ക് അങ്ങനെയുള്ള പദ്ധതികളുടെ പൂർണ്ണമായിട്ടുള്ള അവലംബിക്കാൻ തക്കവണ്ണമുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനും ഇടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും സൽകീർത്തിക്കും യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടവരും. മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരും. പൂർവികമായിട്ടുള്ളവർ അനുവർത്തിച്ചു വരുന്ന പല ആചാരക്രമങ്ങളും അതിൻ്റെ മൂല്യം മനസ്സിലാക്കി കൊണ്ട് തന്നെ സ്വയമേവ ആർജിക്കുന്നത് വഴി ജീവിതശൈലി രോഗങ്ങളെപ്പോലും അതിജീവിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ആവിഷ്കരണ ശൈലിക്ക് സർവ്വവിധത്തിലും സ്വീകാര്യത വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും പ്രതീക്ഷിച്ചതിലുപരി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. ദുശ്ശങ്കകൾ ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിലുപരി ലക്ഷ്യപ്രാപ്തി നേടുവാനും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും യോഗം കാണുന്നുണ്ട്. ഇതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.
നമസ്കാരം.